വെൽക്കം ടു ലേണിംഗ് ഓൺ. നമ്മുടെ RRB NTPCയുടെ സിലബസ് നോക്കുന്നത് എക്കണോമിക്സിന്റെ ക്ലാസ് ആണെന്ന്. പ്ലാനിംഗ് കമ്മീഷൻസ് ആണ്. ഒരു ക്ലാസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് ആണ് ഇപ്പൊ നോക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യക്ക് ഒരു പ്ലാനിംഗ് കമ്മീഷൻ വേണമെന്ന് 1938 എന്ത് പറഞ്ഞത് കൊണ്ടുവന്നത്, ഒരു ഐഡിയ വന്നത്. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്ത്. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1950 മാർച്ച് 15 established by an executive resolution of the Government of India based on the recommendation of an advisory planning board constituted in 1946 under the chairmanship of K.C. Niyogi. Yojana Bhavan, New Delhi was the headquarters of Planning Commission. Planning Commission formulates India's 5-year plans in India. India's 5-year plans in India കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അത് ഫോർമുലേറ്റ് ചെയ്യുന്നതും ഡ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ഇപ്പൊ യോജനാ ഭവൻ ആണ്. എവിടെയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? യോജനാ ഭവൻ. യോജനാ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹി. യോജനാ ഭവൻ ന്യൂഡൽഹിയിലാണ് എന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. Yojana Bhavan, New Delhi was headquarters of Planning Commission. Planning Commission formulates India's 5-year plans in India. On 15th March 1950, Planning Commission was established by an executive resolution of the Government of India. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? റെക്കമെൻഡേഷൻ ഓഫ് ആൻ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1946. ഏത് വർഷം? 1946. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ആരായിരുന്നു ചെയർമാൻ? KC നിയോഗി. പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? യോജനാ ഭവൻ. അതെവിടെയാണ്? ന്യൂഡൽഹിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? യോജനാ ഭവൻ ആണ്. എവിടെയാണ്? ന്യൂഡൽഹിയില്. പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ്സ് ഇന്ത്യാസ് 5-year പ്ലാൻസ്. ഇന്ത്യയുടെ 5-year പ്ലാൻസിനെയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷൻ ആണ്. അപ്പൊ ഇനി അടുത്ത പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ഈസ് neither a constitutional body nor a statutory body. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ഇറ്റ് ഈസ് എന്താണ്? ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇറ്റ് ഈസ് ഒൺലി ആൻ അഡ്വൈസറി ബോഡി. ഇതൊരു അഡ്വൈസറി ബോഡി മാത്രമാണ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് neither a constitutional body nor a statutory body. ഇതൊരു ഭരണഘടനാപരമായ ബോഡിയുമല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു ഉപദേശക സമിതിയാണ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനിഷ്യേറ്റ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ വാസ് മേഡ് ബൈ. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനിഷ്യേറ്റ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ വാസ് മേഡ് ബൈ ആരാണ്? M. വിശ്വേശ്വരയ്യ ആണ്. അപ്പൊ എന്താണ്? ത്രൂ ഹിസ് ബുക്ക്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? പ്ലാനിംഗ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാനിംഗ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന ബുക്കിലൂടെ M. വിശ്വേശ്വരയ്യ M. വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ആളുടെ ബുക്ക്, M. വിശ്വേശ്വരയ്യ ബുക്ക് പ്ലാനിംഗ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാനിംഗ് എക്കണോമി ഫോർ ഇന്ത്യ. വിശ്വേശ്വരയ്യ പ്ലാനിംഗ് എക്കണോമി ഫോർ ഇന്ത്യ ത്രൂ ഹിസ് ബുക്ക് പ്ലാനിംഗ് എക്കണോമിക് ഫോർ ഇന്ത്യ. M. വിശ്വേശ്വരയ്യയുടെ ബുക്കാണ്. അപ്പൊ M. വിശ്വേശ്വരയ്യ അറിയപ്പെടുന്ന എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ്, ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? M. വിശ്വേശ്വരയ്യ.
ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എം വിശ്വേശ്വരയ്യയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി എഞ്ചിനീയേഴ്സ് ഡേ എന്നാണ് സെപ്റ്റംബർ 15. എത്രയാണ്? സെപ്റ്റംബർ 15 എന്തെന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത്. എഞ്ചിനീയേഴ്സ് ഡേ എന്നറിയപ്പെടുന്നതാണ് സെപ്റ്റംബർ 15. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ്സ് ഇന്ത്യസ് 5-year പ്ലാൻസ്. ഇന്ത്യയുടെ 5 years പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാനിംഗ് കമ്മീഷനാണ്. അടുത്ത പ്ലാനിംഗ് കമ്മീഷൻ ഈസ് നെയ്തർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. എഞ്ചിനീയേഴ്സ് ഡേ എന്നാണ് സെപ്റ്റംബർ 15. പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ്സ് ഇന്ത്യസ് 5-year പ്ലാൻസ്. അടുത്തത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് നമുക്ക് നോക്കാനുള്ളത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC എന്ന് പറയും. ഇത് വന്നത് എന്നാണ് 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വന്നത്. അപ്പൊ എന്താണ് ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് എന്ത് കൊടുക്കുന്നത്? ഫൈനൽ അപ്രൂവൽ ടു 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ. ഇപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് 1952 ഓഗസ്റ്റ് 6. അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് 1952 ഓഗസ്റ്റ് 6. അപ്പൊ ഇത് ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രൈം മിനിസ്റ്റർ ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ന്യൂഡൽഹി. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ന്യൂഡൽഹിയിലാണ്. The person who implanted first 5-year plans in Soviet Union. അപ്പൊ the person who implanted first 5-year plan in Soviet Union ആരാണ്? ജോസഫ് സ്റ്റാലിൻ. So the person who implanted first 5-year plan in Soviet Union, Joseph Stalin. Headquarters of National Development Council, New Delhi. Chairman of National Development Council, Prime Minister. അപ്പൊ എന്താണ് 5-year പ്ലാൻസിന് ഫൈനൽ അപ്രൂവൽ കൊടുത്തത്? അപ്പൊ ഫൈനൽ അപ്രൂവൽ ടു 5-year പ്ലാൻസ്. അപ്പൊ 5-year പ്ലാൻസിന് ഫൈനൽ അപ്രൂവൽ കൊടുത്തത് ആരാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. അപ്പൊ അത് 1952 ഓഗസ്റ്റ് 6 വന്നത് എന്നാണ്. 1952 ഓഗസ്റ്റ് 6 ഡെവലപ്മെന്റ് കൗൺസിൽ 1952 ഓഗസ്റ്റ് 6. അത് പിന്നെ ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരാണ്? ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രൈം മിനിസ്റ്റർ ആണ്. ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1952 ഓഗസ്റ്റ് 6. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂഡൽഹിയാണ്. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ സോവിയറ്റ് യൂണിയൻ ജോസഫ് സ്റ്റാലിൻ ആണ് ആദ്യമായി ഇംപ്ലാന്റ് ചെയ്തത്. നമുക്ക് ആദ്യത്തെ ഒരു 5-year പ്ലാൻ നോക്കാം. ഫസ്റ്റ് 5-year പ്ലാൻ. Only 5-year plan adopted without the concept of National Development Council. അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സമ്മതത്തോടു കൂടി അല്ലാതെ കൺസെന്റ് ഇല്ലാതെ വന്ന ഒരേ ഒരു 5-year പ്ലാൻ ആണ് എന്ന് പറയുന്നത് ഫസ്റ്റ് 5-year പ്ലാൻ. 1951 തൊട്ട് 56 വരെയുള്ള 5 വർഷത്തേക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത്.
ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1951. ഫസ്റ്റ് 5-year പ്ലാൻ ഗീവ് പ്രയോറിറ്റി അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. അപ്പൊ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രയോറിറ്റി കൊടുത്തു. പിന്നീട് എന്താണ് കെ എൻ രാജ് വാസ് ആർക്കിടെക്ട് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് 5-year പ്ലാൻസിന്റെ ഒരു എന്താണ് ഫസ്റ്റ് 5-year പ്ലാൻസിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് കെ.എൻ. രാജാണ്. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആൻഡ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വയർ ലോഞ്ച് ഇൻ 1952. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇതൊക്കെ എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഇതൊക്കെ ലോഞ്ച് ബൈ എന്നാണ് 1952. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നോക്കുന്നത്. അപ്പൊ 5-year പ്ലാൻ, ആദ്യത്തെ 5-year പ്ലാൻ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. 51 തൊട്ട് 56 വരെ ആരുടെ പേരിലാണ്? മഹലനോബിസ് മോഡല്. അപ്പം നെഹ്റു ആണ് 1951 ഡിസംബർ 8 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് 5-year പ്ലാൻ ഗേവ് പ്രയോറിറ്റി ടു അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം.